ഇതാണ് ഗസ്റ്റ് ഹൗസ്. ഇത് ശരവതി ഗസ്റ്റ് ഹൗസ്. അപ്പം ഇവിടെ നേരിട്ട് വന്നാൽ മതി. നേരിട്ട് വന്നു കഴിഞ്ഞാൽ റൂംസിന് അന്വേഷിച്ചാൽ മതി. അഥവാ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ അമ്പലത്തിൻ്റെ സൈറ്റുണ്ട്. മഞ്ജുനാഥ് ദേവസ്ഥാനം, ശ്രീ ധർമ്മസ്ഥലം മഞ്ജുനാഥ് ദേവസ്ഥാനം. അവരെ സൈറ്റിൽ ബുക്ക് ചെയ്താൽ മതി. शक्कर कमी बनते शक्कर कमी रेडी ഇതാണ് ധർമ്മസ്ഥലത്ത് അക്കോമഡേഷൻ. ബഡ്ജറ്റ് അക്കോമഡേഷനാണ് ഇത്. ചെറിയ പൈസക്ക് റൂം വേണ്ട ആൾക്കാർക്ക് ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഒരുപാട് ഗസ്റ്റ് ഹൗസ്. ഇതിപ്പോൾ 3rd ഫ്ലോറാണിത്. അപ്പം ബഡ്ജറ്റ് അനുസരിച്ച് വന്നാൽ മതി. ഇവിടെ ഇപ്പോൾ റൂംസ് സ്റ്റാർട്ടിങ് 100 റുപ്യ മുതലാണ്. 100 റുപ്യ മുതലാണ് റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കോമൺ ഹാളുണ്ട്, അവിടെ ഫ്രീ ആണ്. താഴെ ഒരു പായ് തരും, പായ് വിരിച്ച് താഴെ കിടന്നുറങ്ങാം. ടോയ്ലറ്റെല്ലാം കോമണാണ്. വാഷ്റൂംസ് അതെല്ലാം കോമണാണ് എല്ലാ സ്ഥലത്തും. അടുത്ത റൂമായാലും കോമൺ ടോയ്ലറ്റ് ആൻഡ് വാഷ്റൂമാണ്. അതുകൊണ്ടാണ് വില കുറവ്. പിന്നെ നല്ല റൂംസ് വേണമെങ്കിൽ ഗസ്റ്റ് ഹൗസ് പുറത്തുണ്ട്, കുറേ ഉണ്ട്. അവരവരെ ബഡ്ജറ്റിനനുസരിച്ച് റൂംസ് എടുക്കാം. ഇതാണ് ഗസ്റ്റ് ഹൗസിലെ റൂം. 100 റുപ്യ രണ്ടാൾക്ക് കിടക്കാം. എനിക്കൊന്ന് രണ്ടാൾക്ക് കിടക്കുമ്പോൾ 200 റുപ്യ മേടിക്കുമായിരിക്കും. സിംഗിൾ ആയതുകൊണ്ട് 100 റുപ്യ മേടിച്ച്. ചെറിയ റൂമാണ്, പക്ഷെ റീസണബിളായിട്ടുള്ള പ്രൈസിലാണ് ഈ റൂം തരുന്നത്. അപ്പം ബേസിക് സൗകര്യം. കോമൺ ടോയ്ലറ്റാണ് പുറത്തേക്ക്. റൂംസ് ഒരുപാടുണ്ട് വേക്കൻറ്റ്. അല്ലാണ്ടും ഗസ്റ്റ് ഹൗസുകൾ ഒരുപാടുണ്ട് ഇവിടെ. മഞ്ജുനാഥ് ടെമ്പിൾ മാനേജ്മെൻറ്റ് അണ്ടറിൽ ഏത് റൂം വേണം, ഏത് ടൈപ്പ് വേണം. ഇപ്പം ഇവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ ഏകദേശം ഈ കാണിച്ച ടൈപ്പ് റൂമുകളാണ്. ഒരുപാട് എല്ലാം 3 ഫ്ലോറിലാണ് ഉള്ളത്. അപ്പം ഓക്കെ.
ഇതുണ്ട് നിങ്ങൾ ഈ ആരോ ശ്രദ്ധിച്ച. ഇപ്പം നമ്മളില്ലത് നേരെ ഈ ശരവതി ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് ഇല്ല. അപ്പോൾ ഈ ശരവതി ഗസ്റ്റ് ഹൗസിൻ്റെ ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്തില്ല കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ കാർ മ്യൂസിയം കാണുന്നുണ്ട്. കാർ മ്യൂസിയം കാണുന്നുണ്ട്. ചന്ദ്രനാഥ സ്വാമി ടെമ്പിളാണ് അത്. പിന്നെ ഇങ്ങോട്ടേക്കില്ല ഏറോ 2-3 ഗസ്റ്റ് ഹൗസിൻ്റെ പേരായില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് കാർ മ്യൂസിയത്തിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അമ്പലങ്ങളിൽ പോകാൻ താല്പര്യമില്ലാക്ക് ചോദിച്ചന്വേഷിച്ചിട്ട് അമ്പലങ്ങളിലെല്ലാം പോവാം. ഞാനിപ്പോൾ മെയിനായിട്ടുള്ള 2-3 സ്പോട്ട് ഇപ്പോൾ ഇവിടെ കവർ ചെയ്യുന്നു. ഒന്ന് കാർ മ്യൂസിയം ഉണ്ട്, പിന്നെ അല്ലാണ്ടില്ലൊരു മ്യൂസിയം തന്നെയുണ്ട്, പിന്നെ ബാഹുബലി സ്റ്റാച്യു അത് ഇവിടെ എൻട്രൻസിലാണ്, കയറി വരുന്ന എൻട്രൻസിലാണത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും, KSRTC ബസ് സ്റ്റാൻഡ്. KSRTC എന്ന് പറയുമ്പോൾ കർണാടക RTCൻ്റെ. പിന്നെ ഇവിടുന്ന് ഇനി കൊല്ലൂർ മൂകാംബികയിലേക്ക് പോകേണ്ട ആൾക്കാർ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എപ്പോഴും ഇല്ല. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾ ഉടുപ്പി പോയിട്ട് പോവുക, അല്ലെ കുന്താപ്പൂർ പോയിട്ട് പോവുക. പക്ഷെ കുന്താപ്പൂർ പോകുന്ന ബസ് ഉടുപ്പി ടച്ച് ചെയ്തിട്ടാണ് പോവുക. ഉടുപ്പി പോയിട്ട് പോവുകയാണെങ്കിൽ ഒരു റെസ്റ്റുമായി 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് കൊടുക്കാം. എന്തെങ്കിലും കഴിക്കാം ഉടുപ്പിന്ന്. ബസ്സിനിപ്പം 3 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞു ഇവിടുന്ന് ഉടുപ്പി ടച്ച് ചെയ്തിട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു കാര്യം, ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ടോയ്ലറ്റ്സ് ഉണ്ട്, ഫ്രീ ടോയ്ലറ്റ്സ്. യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് അതിന് കാശൊന്നും മുടക്കി കൊടുക്കണ്ട. മറ്റുള്ളതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഇല്ലാന്താനും ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂറിന് 5 രൂപ, ടോയ്ലറ്റ് പോകാനാണെങ്കിൽ 10 രൂപ വെച്ച് അങ്ങനെ കൊടുക്കണം. അപ്പോൾ ചില ആൾ കൊടുക്കാൻ മടി ഉണ്ടാകുമ്പോൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് യൂസ് ചെയ്യും. ജസ്റ്റ് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും മ്യൂസിയം ആയി. മ്യൂസിയത്തിൻ്റെ ടൈം 8:30 മുതൽ 1 മണി വരെ, പിന്നെ 2 മണി മുതൽ 7 മണി വരെ. ഇപ്പം മ്യൂസിയം വിശേഷങ്ങളായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ മുമ്പിൽ മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു എയർക്രാഫ്റ്റ്, പണ്ടത്തെ. ഹിന്ദുസ്ഥാൻ ട്രെയിനർ എയർക്രാഫ്റ്റ് എന്നാ അവിടെ എഴുതി വെച്ച് സൂം ചെയ്ത് വരാം. ഹിന്ദുസ്ഥാൻ ട്രെയിനർ എയർക്രാഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റ് ടു മഞ്ജുഷ മ്യൂസിയം, ധർമ്മസ്ഥല. ഈ കാണുന്നതാണ് മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കട്ടെ, വീഡിയോ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നറിയില്ല. പുറത്തുനിന്ന് അങ്ങനെ വലിയൊരു മ്യൂസിയം ഒന്നുമല്ല, ഒരു ചെറിയൊരു മ്യൂസിയം, കാർ മ്യൂസിയം, വെറും കാറിൻ്റെ മ്യൂസിയം. മറ്റുള്ള ആർട്ടിഫാക്ട്സ് ആൻഡ് ആർക്കിയോളജിക്കലിൻ്റെ അങ്ങനത്തെ മ്യൂസിയം അല്ല. കുറച്ച് കാർ പുറത്തുനിന്ന് അങ്ങനെ കാണാം. അപ്പം ജസ്റ്റ് ഇപ്പം ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇത് ജമ ഉഗ്രാന. അപ്പം ഇത് അമ്പലത്തിൻ്റെ ഗോഡൗണാണ്, മഞ്ജുനാഥേശ്വര അമ്പലത്തിൻ്റെ ഗോഡൗണ്. അപ്പോൾ ഇവിടെ വീഡിയോഗ്രാഫി അലൗഡാണെന്നാണ് പറഞ്ഞു. പിന്നെ താഴെ മ്യൂസിയത്തിൽ കാർ മ്യൂസിയത്തിൽ വീഡിയോഗ്രാഫി അലൗഡല്ല. ഇതുണ്ടോ നിങ്ങളിത്, ഈ പില്ലറ് കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പില്ലറ്. ഇത് പണ്ടത്തെ ഒരു വീടാണ്. ആ വീടിപ്പോൾ ഗോഡൗണായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുക. വീടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. നമ്മളെ നാട്ടിലെല്ലാം പണ്ട് മരത്തോണ്ടാണ് ഉണ്ടാക്കൽ പില്ലറെല്ലാം. ഇവിടെ ഈ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പില്ലർ കണ്ട. ഇത് ജമ ഉഗ്രാന എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഗോഡൗണ്, ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന. ഇത് ഇപ്പോൾ ഏകദേശം നമ്മൾ സിനിമയിലെല്ലാം കാണുന്നില്ലേ,
ആന്ധ്ര, തമിഴ്നാട്, കർണാടകത്തിലെല്ലാം ഇല്ല പഴയ വീടുകളിൽ വീഡിയോ ഇത് സിനിമയെല്ലാം എടുക്കുന്ന അങ്ങനത്തെ എല്ലാം ഒരു വീട് പോലെ ഉണ്ട് കാണാൻ. പഴയ നമ്മൾ കോമഡി പടത്തിലെല്ലാം കാണുന്ന പോലെ മറ്റേ ഇന്ദ്രൻസും ഹരിശ്രീ അശോകനെല്ലാം ഒളിച്ചിരിക്കുന്ന പോലത്തെ ഭരണി, അതിനെന്താ പറയുക, ആ ടൈപ്പ് സാധനം ഇതിൻ്റെ ഉള്ളിലല്ലേ കയറിയിരുന്നു ഒളിച്ചിരിക്കുക. വലിയൊരു വീടായത്. അതിപ്പം ഗോഡൗണായി എടുത്തിരിക്കുക. അതിൻ്റെ നടുവിലൊക്കെ ഉണ്ട്, നടുവിൽ സ്പേസ് കണ്ടില്ല, വലിയൊരു ഏരിയ നടുവിൽ 4 കെട്ട് പോലെ ഉണ്ടാക്കിയിരിക്കുക. താഴെയും മുകളിലായിട്ടും ഫുള്ള് റൂംസാണ്, നടുവിൽ സ്ഥലം. ഇപ്പം ഇവിടെ ഇളനീരുണ്ട്, പഴമുണ്ട്, പ്രസാദത്തിൻ്റെ പഴമുണ്ട്, കദളിപ്പഴമാണ് കണ്ടിട്ട്, കദളി. പിന്നെ ഇളവനുണ്ട്, മത്തങ്ങയുണ്ട്, സാമ്പാറിന് ഉപയോഗിക്കുന്ന തേങ്ങയുണ്ട്. വെല്ലത്തിൻ്റെ മണം വരുന്നുണ്ട്, വെല്ലത്തിൻ്റെ ചാക്ക് കെട്ടി ഇവിടെ എവിടെയോ ഉണ്ട്, നല്ല മണം വെല്ലത്തിൻ്റെ, ശർക്കരേൻ്റെ. അങ്ങനെ വേണ്ട സാധനങ്ങൾ. പിന്നെ അരി കാര്യങ്ങൾ, പരിപ്പ്. ഇവിടെ അമ്പലത്തിൽ ചോറും സാമ്പാർ, രസം, മോര് ഇതെല്ലാമാണല്ലോ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ. പിന്നെ പശു ഇവിടെ തന്നെ ഉണ്ട്, തൊഴുത്ത്. ഞാൻ നിന്ന ഗസ്റ്റ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് തൊഴുത്ത്. അവിടെ നിന്നുള്ള പാലും കാര്യങ്ങളെല്ലാം ഇവർ ഉപയോഗിക്കുന്നത്. ഏതായാലും ഇവിടെ ഇത്രയില്ലോ, അധികമൊന്നുമില്ല. ഈ ഒരു ഗോഡൗണ് കാണുക. ഇനി അടുത്ത നമുക്ക് മ്യൂസിയത്തിലേക്ക് പോവാം. കാളക്കുട്ടൻ ട്രോളി കെട്ടി വലിച്ച് വന്നിട്ടുണ്ട്. ഇവനെയും കൊണ്ട് ഇതിൽ ഓട്ടോറിക്ഷേൻ്റെ ബാക്കിലുള്ള ട്രോളി പോലെയുണ്ട് കാണാൻ. ഇവനെയും കൊണ്ട് ഇതിൽ സാധനം എടുപ്പിക്കൽ തന്നെ പണി. ഹൈറ്റ് കുറഞ്ഞ കുള്ളൻ ടൈപ്പ് മൂരിക്കുട്ടനാ, ഉഷാറാണല്ലേ. കെട്ടയച്ച് വിടുന്നുണ്ട്, അവനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട്. ഓ, തിന്നാൻ തന്നെ ഉദ്ദേശം അല്ല, കെട്ടിയിട്ടേ അവിടെ സൈഡിൽ റെസ്റ്റ്. ഇവന് ഉഷാറാ, നല്ല ഉഷാറാ. ഏതായാലും നീ അവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് നല്ല വൃത്തിയാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരുക എല്ലാം. അതുപോലെ ടോയ്ലറ്റ്സ് എല്ലാം ഫ്രീയാണ്. എല്ലാ മുക്കിലും മൂലക്കും എല്ലാം കാണാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പിൽഗ്രിമേജ് സൈറ്റല്ലേ ഇത്, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നീറ്റാക്കി വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ എല്ലാം കച്ചറയാക്കി, നമ്മൾ തന്നെ കച്ചറയാക്കുന്നു. പ്ലാസ്റ്റിക് ഇടുന്നു, വേസ്റ്റ് ഇടുന്നു, തിന്ന ഭക്ഷണം അവിടെ ഇവിടെ ഇടുന്നു, റാപ്പർ ഇടുന്നു, ജ്യൂസ് കുടിച്ച് വെള്ളം കുടിച്ച് എല്ലാം താഴെ തുപ്പി, താഴെ എല്ലാ പരിപാടിയും. ഇപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ആളെ വെച്ച് ക്ലീൻ ചെയ്യിക്കണം. എവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. വൃത്തീൻ്റെ കാര്യത്തിൽ ആൾ വരുന്ന സ്ഥലം ഫുള്ള് നല്ല നീറ്റാക്കി വെക്കുന്നുണ്ട്. അതുപോലെ ടോയ്ലറ്റും കൂടെ ഫ്രീ ആയി കൊടുക്കുമ്പം ആളവിടെ ഇവിടെയൊന്നും പ്രശ്നമാക്കി വെക്കൂല. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ച് ലക്ഷ്യം പിടിക്കുന്നതിന് മുമ്പേ ഇവിടുത്തെ കാര്യങ്ങളിലൊന്ന് കഴിഞ്ഞ് ഇനി ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്. ഇത് വലിയ സ്ഥലമാണ്. അമ്പലത്തിൻ്റെ കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ ധർമ്മസ്ഥലം ശ്രീ മഞ്ജുനാഥേശ്വര ധർമ്മശാസ്ത്ര അമ്പലത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിലോമീറ്റർ കണക്കിന് വരെ സ്ഥലം തന്നെയാണ്. ട്രസ്റ്റിൻ്റെ പേരിലാണ്, SDM ട്രസ്റ്റ്. മംഗലാപുരത്ത് SDM ലോ കോളേജ് ഉണ്ട്, അറിയപ്പെടുന്ന ലോ കോളേജാണ് മംഗലാപുരത്ത്. അവരെ അണ്ടറിൽ തന്നെ SDM എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്.
മെഡിക്കൽ, കൊമേഴ്സ്, ഡിഗ്രി, PUC, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർക്ക്. വെറും അമ്പലവും കാര്യങ്ങളും മാത്രമല്ല. നെല്ലിയാടി ബീഡു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്ത് വീടാണെന്ന് മനസ്സിലായിട്ടില്ല. നെല്ലിയാടി വീടു നമ്മളെ നാട്ടിലെല്ലാം താമസിക്കുന്ന വീട് തന്നെ. അതിപ്പോൾ നെല്ലിയാടി വീടെന്ന് ഇട്ട് പേര് ഇവിടെ. ഏകദേശം കർണാടകത്തിൽ കാണുന്ന വീടെല്ലാം നമ്മളെ നാട്ടിലെല്ലാം കാണുന്ന ഒരു ടൈപ്പ് വീട്. ഇതിപ്പോൾ ഇങ്ങനത്തെ വീട് പാലക്കാടെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ വന്നാൽ അത്യാവശ്യം കുറച്ച് നടക്കേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് നടക്കാൻ ഉദ്ദേശിച്ചിട്ട് തന്നെ വരണം. തടിയൊന്നും അനങ്ങണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നാൽ വെറുതെ ഒരു മോർണിംഗ് വാക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നമ്മൾ ഫ്രഷ് ആവാം. ഒച്ചയില്ല, ബഹളമില്ല. ഇതുണ്ട് എല്ലായിടത്തും സൈലൻ്റാ. ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ശ്രീ ചന്ദ്രനാഥ സ്വാമി ടെമ്പിൾ. അപ്പോൾ സ്റ്റെപ്സ് കയറണം, കണ്ടോ ഞാൻ പറഞ്ഞ പോലെ അതാണ് അമ്പലം. സ്റ്റെപ്സ് കയറണം, ആളുമില്ല, അനക്കവും ഇല്ല. അപ്പോൾ നമുക്ക് മെല്ലനെ കയറി സ്റ്റെപ്സ് എല്ലാം കയറി ദർശനം എല്ലാം കഴിഞ്ഞിട്ട് മെല്ലനെ തന്നെ തിരിച്ചിറങ്ങാം. ഒരു തിക്കും തിരക്കുമില്ല. ഇവിടെ വന്നാൽ ഈ വീക്കെൻഡ് ഒഴിവാക്കി വീക്ക് ഡേയ്സിൽ വരണം, എന്നാലാ നല്ല. അപ്പം എന്ന് പറഞ്ഞാൽ തിരക്കില്ലാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ വീഡിയോസ് എല്ലാം എടുക്കണം, നല്ല ഫോട്ടോസ് ഷൂട്ടെല്ലാം എടുക്കേണ്ട ആൾക്കാർ ഇവിടെ വന്നാൽ മതി. ഇപ്പോൾ വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് അന്വേഷിക്കുക, ചാർജസ് ഉണ്ടോ. എല്ലായിടത്തും വീഡിയോഗ്രാഫി അലൗഡാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇല്ലാണ്ടില്ലോ. ഏതായാലും നമുക്ക് ചന്ദ്രനാഥ സ്വാമി ടെമ്പിളിലേക്ക് അങ്ങോട്ട് ഒന്ന് കയറാം. അധികം സ്റ്റെപ്സ് കയറണ്ട, ഈ ജലദോഷം പിടിച്ചോണ്ട് ചെസ്റ്റ് കഞ്ചഷൻ ആയതുകൊണ്ട് ചെറിയൊരു കിതപ്പ്. അതൊന്ന് സ്ലോ ആക്കിയ. കുറച്ച് ദിവസമായി വീസിങ്ങും ഉണ്ട്. ഈ ആർക്കിടെക്ചർ ഈ ടെമ്പിളിൻ്റെ കാണാൻ നല്ലുണ്ട്. ഇത് ഒരു ആർച്ചെല്ലായിട്ട് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത പോലത്തെ ഒരു ടൈപ്പ് ആർച്ച്. ഏതായാലും കയറിയിട്ട് നിങ്ങൾക്ക് ഉള്ളിലെല്ലാം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 5 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയിട്ടേ ഇല്ലു. അപ്പോഴേക്കും ആ വ്യൂ കണ്ട നിങ്ങൾ, നല്ല വ്യൂവാണ്. 3 ഭാഗത്ത് നോക്കിയാൽ നമ്മളെ പഴയ വീടുകളാണ്. ഫുള്ള് സൈലൻ്റാണ്. എല്ലാം മരങ്ങളും കാര്യങ്ങളിലായിട്ട് അടിപൊളിയാണ്. നല്ലൊരു പീസ് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് കണ്ട, ഇതാണ് ഈ പറഞ്ഞ അമ്പലം. ആരുമില്ല, അതുകൊണ്ട് വളരെ ക്വയറ്റൻ കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. ഇപ്പോൾ ഈ കോട്ടയാട് ചുറ്റും ഫുള്ള് പച്ചപ്പാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കുറച്ച് ബേഡ്സിൻ്റെ ഒച്ചയല്ലാണ്ട് വേറെ ഒന്നുമില്ല. നല്ല രസം, നല്ല രസം കാണാൻ. നമ്മൾ ടെൻഷനും തിക്കും തിരക്കും ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇല്ലേ, ഓഫ്, മനസ്സിനൊരാശ്വാസം ഇതെല്ലാം കാണുമ്പോൾ. അപ്പം വല്ലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ വരണം കേട്ടോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി, ഈ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള മനാലി, ലേയിലെല്ലാം ഇപ്പോൾ തിരക്കാം. മനാലിയൊന്നും പറയണ്ട. പിന്നെ നിങ്ങൾ ഹിമാചലിലെല്ലാം പോയി കഴിഞ്ഞാൽ മണ്ഡി, അതുപോലെ കീലോങ്, ഇങ്ങനെയുള്ള മെയിൻ സൈഡുകളെല്ലാം തിരക്കാം. ഫുൾ ടൂറിസ്റ്റാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഫുൾ തിക്കും തിരക്കാം. നമുക്ക് തന്നെ ഒരു സ്വസ്ഥതയുണ്ടാവില്ല. നമ്മൾ ഈ തിക്കും തിരക്കും പിടിച്ചിട്ട് ഓരോ സ്ഥലത്ത് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയും എത്തിയടുത്തും തിക്കും തിരക്കാകുമ്പോൾ ആകെ ഒരു മടുപ്പ്. അപ്പം കണ്ട ഈ ബിൽഡിംഗ് എല്ലാം
ഇത് ശരിക്കും കോൺക്രീറ്റ് തന്നെ വാർത്തെടുത്തേ. പക്ഷെ അതിലൊരു പണിത്തരം ചെയ്തിട്ട് ആ കരിങ്കലിൻ്റെ മോഡൽ പണിത്തരം ചെയ്തു വെച്ച പോലെയുണ്ട്. കരിങ്കല്ല് എങ്ങനെ കൊത്തിയെടുത്താൽ ഉണ്ടാവും പില്ലറും ആർച്ചെല്ലാം, അതേപോലെ കോൺക്രീറ്റിൻ്റെ മുകളിൽ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അപ്പം ഇതൊരു അമ്പലം തന്നെയാണ്. അതിൻ്റെ നടുവിലുള്ള ബിൽഡിങ്ങും കാണുന്നില്ലേ? കാണാൻ നല്ല രസം. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസത്തിനെക്കാട്ടിയും ഇവിടുത്തെ ആ ഒരു ആംബിയൻസാണ്. കാം ആൻഡ് ക്വയറ്റ് അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പം വീക്കെൻഡ് ആണെങ്കിൽ, ശനി ഞായറുള്ള ഹോളിഡേയ്സെല്ലാം ആണെങ്കിൽ, ഇപ്പോൾ സമയം നോക്കിയാൽ സമയം 9:50 10 മണി ആവാൻ പോകുന്നു. സമയമെല്ലാം ആൾ വരും. നമ്മൾ വാക്കിംഗ് എല്ലാം ഒരു ആരോഗ്യത്തിനൊരു അനക്കമെല്ലാം വരണമെങ്കിൽ ഇങ്ങനെ നടന്നു വന്നാൽ അധികം വേർക്കുകയില്ല. വെയിൽ കയറി വരുന്ന സമയം കൂടിയാണ്. സമയം കൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് റൂം പോയിട്ടൊന്ന് റിലാക്സും ചെയ്യാം. ഇപ്പോൾ ഇവിടെയെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ബസ് ടൈമിങ്സ് എല്ലാം ആദ്യം ആ എൻട്രൻസിൽ ആർച്ചിലടുത്ത് ചോദിച്ച് വെക്കുന്നത് അത്യാവശ്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം എപ്പോഴും ബസ് കിട്ടൂല. പ്രത്യേകിച്ച് വൈകുന്നേരം 5 മണി തൊട്ട് അങ്ങോട്ടേക്ക് ബസ്സിൻ്റെ പോക്കും വരവും കുറയും. അപ്പം ബസ് ടൈമിങ്സ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ സൈറ്റ് സീയിങ്ങും ട്രിപ്പും പ്ലാൻ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനാണെങ്കിലോ, അല്ലെങ്കിൽ ഇവിടുന്ന് ഏത് സൈറ്റിലേക്കാണോ പോകേണ്ടത്, അങ്ങനെ നിങ്ങൾ ബസ് ടൈമിങ്സ് നോക്കി വെക്കുക. ഇവിടുന്ന് ഉടുപ്പിയിലേക്ക് ഫ്രീക്വൻ്റായിട്ട് ബസ്സുണ്ട്. അതുപോലെ കുന്താപുരത്തേക്ക് ഫ്രീക്വൻ്റായിട്ട് ബസ്സുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെസ്റ്റിനേഷൻ അനുസരിച്ച് നിങ്ങൾ ബസ് ടൈമിങ്സ് എപ്പോഴും ചോദിച്ചു വെക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടുന്ന് സുബ്രഹ്മണ്യത്തിൽ നിന്ന് ഇവിടെ വൈകുന്നേരം എത്തി 7 മണിക്ക്. അപ്പോൾ ഇന്നലെ തന്നെ ദർശനമെല്ലാം കഴിഞ്ഞ് ഇന്നൊന്ന് പോകണം. അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ ഉടുപ്പി ടു കൊല്ലൂർ മൂകാംബിക. അമ്പലം ഇപ്പം പൂട്ടിയിരിക്കുക. 11 മണിക്കാണ് തുറക്കുക. അപ്പം ഇത് പഴയൊരു വീടായിരുന്നു ഇതിന് മുമ്പേ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പഴയ വീടായിരുന്നു ഇതിന് മുമ്പേ. അപ്പോൾ ഇത് പൊളിച്ചിട്ട് പുതിയ റിനോവേറ്റ് ചെയ്താൽ. ഏതായാലും ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന ഒന്ന് കണ്ടു. ഇനി അടുത്ത സൈറ്റ് എന്ന് പറയുമ്പം മ്യൂസിയമാണ്. അപ്പോൾ മ്യൂസിയം എങ്ങനെയാണെന്ന് ഇനി നോക്കാം, അതും കാണിച്ചു തരാം. മ്യൂസിയം കഴിഞ്ഞാൽ അടുത്തൊരു ലാസ്റ്റ് സ്പോട്ട് അത് കയറി വരുന്ന എൻട്രൻസിലാണെന്നാണ് പറഞ്ഞത്. അതും കൂടെ കണ്ട് പിന്നെ ഇവിടുന്ന് നേരെ വിടാം. എന്നാലേ നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുക. ഇത് ഏകദേശം എക്സിറ്റാണിത്, പുറത്തേക്കില്ല വഴിയാണ്. കുക്കെ സുബ്രഹ്മണ്യ ബാംഗ്ലൂർ റൈറ്റിൽ, മാംഗ്ലൂർ ഹുബ്ലി നേരെ, ഉടുപ്പിയെല്ലാം നേരെ. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഒരു കവാടമുണ്ട് എൻട്രൻസിൻ്റെ, ശ്രീ മഞ്ജുനാഥ് ധർമ്മസ്ഥല ടെമ്പിൾ. അപ്പോൾ ഇവിടെ വരിക. വന്നു കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് എല്ലാം ഒരുപാട് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. താമസത്തിൻ്റെ ഒരു പ്രശ്നമില്ല. റീസണബിൾ റേറ്റ്സിൽ റൂം കിട്ടും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ റീസണബിൾ റേറ്റ്സിൽ കിട്ടും. വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മഞ്ജുനാഥ സ്വാമി ടെമ്പിൾ ട്രസ്റ്റാണ് കുറേയെല്ലാം നിയന്ത്രിക്കുന്നത്. അധിക ഗസ്റ്റ് ഹൗസ് എല്ലാം അവരെ അണ്ടറിൽ തന്നെ. അപ്പോൾ ആ കാണുന്ന മുമ്പിൽ കാണുന്നതാണ് എൻട്രൻസ്. അതിൻ്റെ നേരെ സൈഡിൽ തന്നെ ബസ് സ്റ്റാൻഡും. എല്ലാ ഭാഗത്തേക്കുള്ള ബസ് കിട്ടും. അതിൻ്റെ ലെഫ്റ്റിലാണ് ഇനിയിപ്പോൾ പോകാനുള്ളത്. അവിടെയാണ് വലിയ ബാഹുബലി സ്റ്റാച്യു. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് നേരെ പറഞ്ഞ പോലെ ഉടുപ്പിയിലേക്ക് പോവാം. ഇതാണ് ഗേറ്റ് വേ ഓഫ് ധർമ്മസ്ഥല, ബിൽഡ് ബൈ ശ്രീ
രത്നവർമ്മ ഹെഗ്ഡെ 1955. അങ്ങോട്ടാണ് ബാഹുബലി സ്റ്റാച്യു. ആ കവാടം അതിലേക്കൂടെ കയറി പോവാം മുകളിലേക്ക്. ഇതാണ് ബാഹുബലി സ്റ്റാച്യുവിൻ്റെ എൻട്രൻസ്. താഴത്തുനിന്ന് സ്റ്റെപ്പ് കയറി വരണം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റെപ്പ് കയറി തീരാനായി. അതിൻ്റെ അവിടെയുള്ള എൻട്രൻസ് ആയത്. ഇതാണ് കാണുന്നതാണ് ബാഹുബലിൻ്റെ പ്രതിമ. സ്റ്റാച്യു ഒന്ന് ഉള്ളോട്ട് കാണുന്നില്ലേ, അത്. ചെരുപ്പ് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ഊരി വെക്കണം. വെയിൽ, നല്ല വെയിലാണ്. ഈ സിമെൻറ്റും കട്ടയും കൂടി ആയതുകൊണ്ട് കാല് നല്ല പൊള്ളലാണ്. ഇതിപ്പോൾ നവംബർ, ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം നല്ല പൊള്ളലായിരിക്കും ചൂടിന്. അപ്പോൾ ഇതാണ് ഇവിടെ കാണാനില്ല ബാഹുബലി പ്രതിമ. ഓ, കരിങ്കല്ല്, അതിലും പൊള്ളൽ. സിമെന്റിനെക്കാട്ടിയും കൂടുതൽ ചൂട് കരിങ്കല്ലിനാണ്. ഔ, ഒരിക്കൽ വന്ന നല്ലൊരു വ്യൂവാ. ജസ്റ്റ് ഒരു 5 minutes സ്പെൻഡ് ചെയ്തിട്ട് പോവാം. ജസ്റ്റ് 5 minutes. ഒന്ന് ക്ലോസപ്പ് ഒന്നും കൂടെ കണ്ടിട്ട് ഇവിടെ നമുക്ക് പോവാം. സമയം കണ്ട, സമയം 2:30 മണിയായി. നേരത്തെ ഇവിടുന്ന് പുറപ്പെടണമെന്ന് വിചാരിച്ച, ഇപ്പോൾ ഊണ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ. അപ്പോൾ വിചാരിച്ചാലും കുറച്ച് ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, റൂം ചെക്കൗട്ട് ചെയ്തിട്ടില്ല. 24 hours റൂം. അതുകൊണ്ട് നല്ല, ഞാൻ ഇന്നലെ രാത്രി എടുത്തയാ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കിടന്ന് ഒരു 3:30 എല്ലാം ആകുമ്പം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാം. ഇന്നിപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒന്ന് മൂകാംബികയിലേക്ക് പോകണം. മൂകാംബികയിലേക്ക് ഉടുപ്പി വഴി പോകണം. അപ്പോൾ നമ്മളിവിടുന്ന് ധർമ്മസ്ഥലത്ത് നിന്ന് ഇന്ന് ചെക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇത് കർണാടകത്തിൻ്റെ ബൺസ് എന്ന് പറയും സാധനം. ഇത് മൈസൂർ ബോണ്ട എന്ന് പറയും, മൈസൂർ ബജ്ജി എന്ന് പറയും. അതാണ് ഈ സാധനം. മൈദേൻ്റെ സാധനമാണ്. കുഴപ്പമില്ല, ഒരു ടൈം പാസിന് കഴിക്കാം വൈകുന്നേരം ചായക്കെല്ലാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്ട്രോങ് കാപ്പി. ചെറിയ 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 കാപ്പി. അല്ല, ഈ പ്രശ്നമില്ല, ചെറിയ കാപ്പി. ധർമ്മസ്ഥലത്തിൻ്റെ ഗേറ്റ് വേ ഓഫ് ധർമ്മസ്ഥല, ബിൽഡ് ബൈ ശ്രീ D. രത്നവർമ്മ ഹെഗ്ഡെ in 1966.